ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇത് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു പുഡിങ്ങിലേക്ക് ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു പുഡിങ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഏത് പാത്രമാണ് എടുക്കുന്നത് സെറ്റ് ചെയ്യാനെന്ന് വെച്ചാൽ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാനൊരു 12 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരെണ്ണം കുറേയൊക്കെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ അതിന് പകരവും പഞ്ചസാര ചേർത്ത് കൊടുക്കാം, 1/4 കപ്പ് കൂടി. അപ്പോൾ മൊത്തത്തിൽ 3/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. കസ്റ്റർഡ് പൗഡർ നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ ഇതിന് പകരം കോൺഫ്ലോറും ചേർക്കുക, കുറച്ച് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ടേബിൾ സ്പൂണിൽ 3 ടേബിൾ സ്പൂൺ നിറയെ എടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കോൺഫ്ലോറും അതുപോലെ കസ്റ്റർഡ് പൗഡറും ഇല്ലെങ്കിൽ ഇതിന് പകരം മൈദ വേണമെങ്കിൽ ഉപയോഗിക്കാം. കോൺഫ്ലോറോ കസ്റ്റർഡ് പൗഡറോ ചേർക്കുന്ന അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിലും നല്ലപോലെ തന്നെ വരും. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 2.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് 250 ml കപ്പിലാണ് അളവ് എല്ലാം എടുത്തിട്ടുള്ളത്. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ പാലൊന്ന് ചൂടാകാനായിട്ട് വയ്ക്കാം. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം. പാല് ചൂടുള്ളപ്പം ബിസ്ക്കറ്റ് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അലിഞ്ഞു വരും. പിന്നെ പൊടിച്ചിട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം. ഇനി ഇത് എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഒന്നുകൂടി ഒന്ന് അലിഞ്ഞിട്ട് കിട്ടും. ഇത് ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഇനി കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്, നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിനി നല്ലപോലെ ഒന്ന് തണുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാം. അല്ലാതെ നിങ്ങൾക്ക് തണുപ്പ് വേണ്ടെങ്കിൽ ഇത് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇരുന്ന് ഒന്ന് ചൂടൊക്കെ ഒന്ന് പൊക്കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ സെറ്റായി വന്നോളും. അപ്പോൾ മൊത്തം ഒന്ന് നിരത്തി ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിനി തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്തിട്ടാണ് ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുന്നത്. പുഡിങ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. എന്നിട്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഈ പാനിൽ നിന്ന് വേഗത്തിൽ ഇളകി വരും. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. ബിസ്ക്കറ്റിൻ്റെയൊക്കെ ആ ഒരു തരിയൊന്ന് കടിക്കാൻ കിട്ടുകയും ചെയ്യും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് കൊണ്ടൊന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ചോക്ലേറ്റ് ഗനാഷ്, അതുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. ഇത് ഓപ്ഷനിലാണ്, വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രം ചെയ്തിട്ടുള്ളതാണ്. കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് പുഡിങ്ങിന്.
അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ നിങ്ങൾ ഈ ഒരു പുഡിങ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്